ഗർഭം കലക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗർഭം കലക്കൽ കഥകളും കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അങ്ങ് പോകുമ്പോൾ അത് നാടിനെ ബാധിക്കുന്ന കാര്യമായിട്ട് മാറുകയാണ്. അതിപ്പോൾ ആര് ചെയ്താലും ഈ പ്രണയവും പ്രണയം നടിച്ചുള്ള പീഡനവും ഇതെല്ലാം നമുക്ക് നിരന്തരം വാർത്തകളാണ്. പക്ഷെ അതിലേക്ക് ഒരു 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 പൊതുപ്രവർത്തകന്റെ മുഖം വരുമ്പോൾ അതിൻ്റെ മാനം വേറെ തന്നെയാണ്. നമ്മുടെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ നേതൃത്വം എന്നൊക്കെ പറയേണ്ടി വരുന്നത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ്. നമുക്കറിയാം, പലരുടെയും പേരുകൾ എടുത്തു പറയാനുണ്ട്. മുമ്പ് ഒരു പേരുണ്ടായിരുന്നു, സരിത. ഈ സരിതയുടെ പേരിന്റെ പിന്നാലെ ചേർത്ത് വയ്ക്കാത്ത നേതാക്കൾ ഉണ്ടോ എന്നുള്ളത് ചിന്തിച്ചു നോക്കണം. അന്നുണ്ടായ നാണക്കേട് എന്ന് പറയുന്നത് ചില്ലറയല്ല. അതിൽ നിന്ന് ഒരു തരത്തിലൊന്ന് മുഖം രക്ഷിച്ചു വരുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ കഥകൾ കൂടി വരുന്നത്. കേൾക്കാൻ അത്ര സുഖകരമൊന്നുമല്ല. ഒരു ആ യുവനേതാവ് പോകുന്നിടത്തെല്ലാം ഇത്തരത്തിൽ സ്ത്രീകളെ വളയ്ക്കുകയും സ്വന്തം ഇംഗിതത്തിനൊക്കെ ശ്രമിക്കുകയും ചെയ്യുകയും ഒടുവിൽ അതിലൊരു പെൺകുട്ടി ഗർഭിണിയാകുമ്പോൾ നിന്റെ വയറ്റിലൊന്ന് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞങ്ങ് ഇല്ലാതെയായി പോകുമെന്ന തരത്തിലുള്ള യാതൊരു മാന്യതയുമില്ലാത്ത ഒരു മറുപടിയും. ഇതിപ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇതല്ലാതെ മറ്റെന്ത് മറുപടിയാണുള്ളത്, കോൺഗ്രസിന് ഇങ്ങനെയല്ലാണ്ട് എന്ത് പാരമ്പര്യമാണുള്ളത് എന്നൊക്കെയാണ്. അതായത് പൊതുവായിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് തന്നെ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇവർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷത്ത് MLA ഉണ്ടല്ലോ, മുകേഷ് MLA ഉണ്ടല്ലോ, എന്തുകൊണ്ട് മുകേഷ് MLA സ്ഥാനം രാജിവെച്ചില്ല, അതുകൊണ്ട് ഞങ്ങളുടെ നേതാവും രാജിവെക്കേണ്ട എന്നുള്ളതാണ്. ഒരു വിഭാഗം പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം, അതല്ല തിരിച്ച് രാജിവെക്കേണ്ട എന്നും പറയുന്നു. ഇതിൽ നിശബ്ദനായിരുന്നത് ഈ ഇരട്ടവെറ്റ പോലെ നടന്നിരുന്ന ഷാഫി പറമ്പിലാണ്. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇത്രയും ദിവസം ഇതിൽ മൗനം പാലിച്ചത് എന്നുള്ളത് വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു മൗനം ഷാഫി എടുത്തത്? ഷാഫിക്ക് എത്രയോ നാളുകളായി, ഇവർ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് തന്നെ നാളുകളായി. ഷാഫിയാണ് മറ്റാരുടെയും പേരിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ പേരുകളെല്ലാം വെട്ടിക്കളഞ്ഞുകൊണ്ട് ഷാഫി പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ നിർത്താനും ജയിക്കാനും ഒക്കെ ഇടവരുത്തിയത് ഷാഫിയാണ്. അപ്പോൾ ഷാഫിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേൽ അത്രത്തോളം അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേൽ അത്രത്തോളം സ്വാധീനമുണ്ട് എന്നിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കഥകളെല്ലാം ഷാഫിക്ക് അറിയാമായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യം ഉയരുന്നതിൽ തെറ്റു പറയാനൊന്നും സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇരട്ടവെറ്റ പോലെ നടന്നിരുന്നതാണ്. സത്യത്തിൽ ഇരട്ടവെറ്റ പോലെയല്ല, 3 പേരെ ഒറ്റ പ്രസവത്തിലുള്ളത് പോലെയാണ് നടന്നിരുന്നത്. ആ മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് അബിൻ വർക്കിയായിരുന്നു. പക്ഷെ അബിൻ വർക്കിയെ ഇവർ രണ്ടുപേരും പാതി വഴിയിൽ തഴഞ്ഞു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഉള്ളതാണോ ശരിയാണോ അറിയില്ല. പക്ഷെ അങ്ങനെയുള്ള കഥകളും ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും അബിൻ വർക്കി ഉയർന്നു വരേണ്ട ഒരു നേതാവായിരുന്നു. അബിൻ വർക്കി ഉയർന്നു വന്നില്ല. എന്തുകൊണ്ട് അബിൻ വർക്കി ഉയർന്നു വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത്, എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തലിന് മാത്രം കൂടുതൽ പ്രാധാന്യം നൽകി എന്നുള്ളതൊക്കെ സംസാരിക്കേണ്ട വിഷയമാണ്. അത് അവർക്കിടയിൽ തന്നെ ഒരു ധാരണയെത്തട്ടെ. അബിൻ വർക്കിക്ക് കഴിയുമ്പോൾ അബിൻ വർക്കി പറയട്ടെ. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്താണ്. പല മുതിർന്ന നേതാക്കളുടെയും തീരുമാനങ്ങളെ മാറ്റിവെക്കേണ്ട വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ചതും ജയിച്ചതും. വിചാരിച്ചതുപോലെ തന്നെ നടന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് ജയിക്കുന്നു, MLA ആകുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ സത്യത്തിൽ ഒരു ധാർമ്മികതയൊക്കെ ഉണ്ടെങ്കിൽ ഷാഫി അല്ലേ പറയേണ്ടത് ആദ്യം? രാഹുലെ, നീ മാറി നിൽക്കണം, നിനക്കെതിരെ ഇത്തരം കാര്യങ്ങൾ വരുന്നു, നീ ഇതെല്ലാം തെളിയിച്ചു കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ നിന്നോടുള്ള ഇഷ്ടം, ആളുകൾക്കുള്ള വിശ്വാസ്യത ഇതൊക്കെ കൂടുകയേയുള്ളൂ. മറിച്ച് ഇവിടെ ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്, ചിന്തിക്കേണ്ട വിഷയമാണ്. രസകരമായിട്ടുള്ളതെന്ന് മാത്രമല്ല, ചിന്തിക്കേണ്ട വിഷയം കൂടിയാണ്.
അതായത് ഷാഫി പറയുന്നത് പാർട്ടി തീരുമാനം പാർട്ടി പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്, അത് എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ബാധകമാണ്. ശക്തമായ തീരുമാനമാണ് പാർട്ടി സ്വീകരിച്ചത്, അത് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ബാധകമാണ്. KPCC അധ്യക്ഷൻ പറഞ്ഞതിന് മുകളിൽ താനൊന്നും പറയണ്ട എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള യുവതികളുടെയൊക്കെ ആരോപണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. അവിടെയാണ് ഈ പറയുന്നത് പോലെ രാജിവെച്ചല്ലോ, അധ്യക്ഷ സ്ഥാനം രാജിവെച്ചല്ലോ, പിന്നെന്താ എന്ന് ചോദിക്കുന്നത്. ആ ചോദ്യം ശരിയല്ല. സത്യത്തിൽ ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്ന് തന്നെ വയ്ക്കുക. രാഷ്ട്രീയമല്ലാതെ ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അപ്പോൾ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് നിനക്ക് എതിരെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ നീ അത് തെളിയിക്കണം, നീ അത് അങ്ങനെയല്ല എന്നുള്ളത് വരുത്തി തീർക്കണം എന്നുള്ളതാണ്. പക്ഷെ മറിച്ച് രാഹുലിനെ പ്രതിരോധിക്കണം. രാഹുലിനെ പ്രതിരോധിക്കേണ്ടത് എന്തുകൊണ്ട് ഷാഫി പറമ്പിലിന് ഇത്രയേറെ ആവശ്യമുള്ള ഒരു കാര്യമായി മാറുന്നു? എത്ര പ്രധാനപ്പെട്ട ആളായാലും എത്രയും പ്രാധാന്യമുള്ള ആളായാലും ചെയ്യുന്നത് തെറ്റാണ്, തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ പാർട്ടിയുടെ മുഖം രക്ഷിക്കുക എന്നുള്ളത് കൂടി നേതാവിൻ്റെ ഒരു ഉത്തരവാദിത്തമാണല്ലോ. അപ്പൊ MP ആയിരിക്കെ ഷാഫിക്ക് പറയാം, തോളിൽ കൈയിട്ട് നടന്നിട്ടുള്ള ആളാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓരോ ചലനവും ഷാഫിക്കും അറിയാം, ഷാഫിയുടെ ഓരോ ചലനവും രാഹുൽ മാങ്കൂട്ടത്തിനും അറിയാം. ഇരുവരും തമ്മിൽ ഒരിക്കൽ ചർച്ച ചെയ്യും നടക്കുന്നു. കാറിൽ പോകുമ്പോൾ പോലീസ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നിർത്തുമ്പോഴും പ്രതികരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയേറെ ക്ഷോഭിതനായിട്ട് പ്രതികരിക്കുമ്പോൾ അവിടെയും രാഹുലിനെ നിശബ്ദനാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല ഷാഫി പറമ്പിൽ. അന്നേ ഇതൊരു ചോദ്യചിഹ്നമായിരുന്നു. എന്തുകൊണ്ട് കൂടെ നടക്കുന്ന വിശ്വസ്തനായിട്ടുള്ള കൂട്ടുകാരനെ അല്ലെങ്കിൽ ഒരു നേതാവിനെ എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല? മറ്റേത് നേതാവ് നിയന്ത്രിക്കുന്നതിനേക്കാൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ഷാഫിക്ക് മാത്രമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവേ ഉള്ള സംസാരം. അങ്ങനെയെങ്കിൽ ഷാഫിക്ക് പല കാര്യങ്ങളും അറിയാമെന്നുള്ള ഈ വിലയിരുത്തലുകൾ സത്യമാണ് എന്ന് വരും. ഷാഫി സത്യത്തിൽ ഈ വിലയിരുത്തലുകൾ അങ്ങനെയല്ല എന്ന് വരണമെന്നുണ്ടെങ്കിൽ, തനിക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഷാഫി ചെയ്യേണ്ടത് പൊതുവായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണമെന്ന് പറയുകയാണ്. ആ തീരുമാനത്തെ കോൺഗ്രസ് ഒന്നടങ്കം അംഗീകരിക്കുകയാണ് വേണ്ടത്. MLA സ്ഥാനം കൂടി രാജിവെക്കേണ്ട ധാർമ്മികത സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അത് പറയാൻ ഷാഫിക്കും ആർജവം വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.